അവള് സൂപ്പറാണ്. എന്റെ മോന്റെ ഭാഗ്യം. നിങ്ങളുടെ ഒരു ഭാഗ്യം. ഒരു കണക്കിന് പറഞ്ഞ രാജാവിന്റെ മകള് തന്നെ. അവളെ കണ്ടും കൊണ്ടും നടന്നാലേ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. ശരിയാണ്. എന്നാലേ ഞാൻ വിളിക്കാം. മക്കളെ പുറത്തേക്ക് എങ്ങോട്ടോ പോവാണ്. ഞാൻ ശരി കേട്ടോ, പിന്നെ വിളിക്കണ്ട്. ഷോപ്പിംഗ് നടത്താണ്ട് മക്കളെ എങ്ങട്ടാ? സിനിമയ്ക്ക് പോവാണ്. ശരി മക്കളെ, എന്നാ പോയിട്ട് വാ. മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാം? ഇല്ലല്ലോ, വേണ്ട വേണ്ട, ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചോളാം. വരുമ്പോ കഴിച്ചിട്ട് വരാം. കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്, കുറച്ച് നേരം വേണം. എന്നാ ശരി, പോയിട്ട് വരാം. എന്നാ ശരി. എടി ശ്രുതി, ഇപ്പോഴത്തെ എവിടെ പോയി ചത്തിറക്കണേ? ഒക്കെ എന്തതിന് മാത്രം ഇവിടെ മല മറിക്കാനുള്ള പണി? എടീ, എന്താ അമ്മ എന്നെ വിളിച്ചോ? എത്ര നേരമായി നിന്നെ വിളിക്കണേ? നീ എവിടെ പോയി കിടക്കണേ? അമ്മ, ഞാനവിടെ തുണികളോ അലക്കിയെന്നു. മക്കൾക്ക് ഇനി രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ മതി. അവര് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ്. അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്കുള്ള കഞ്ഞി അടുപ്പത്താണ്. അപ്പൊ നിന്നോട് ആരാ അവർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത്? ഇനി രാത്രി എന്താണാവോ വേണ്ടത്? അപ്പൊ അമ്മയല്ലേ രാവിലെ പറഞ്ഞത് അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാന്. അതിൽ ഞാൻ അറിഞ്ഞു അവര് പോകുന്ന കാര്യം. നീ എന്തായാലും വന്നിട്ടേ രാത്രി എന്താന്ന് വേണ്ടച്ച ഉണ്ടാക്കി കൊടുത്തോ. പിന്നെ അമ്മു വരുന്നുണ്ട്. അവള് വിളിച്ചേന്നു. അവൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നീ കുറച്ച് ബിരിയാണി അവൾക്ക് ഉണ്ടാക്ക്. പിന്നെ അമ്മുവിന്റെ മുറി ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അവര് സിനിമയ്ക്ക് പോയതല്ലേ, അവര് വരുമ്പോഴേക്ക് ആ മുറിയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടളാ. എന്നാ നീ പൊയ്ക്കോ, നിന്റെ പണികളൊക്കെ നടക്കട്ടെ. മോനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തൊക്കെയുണ്ട് മക്കളെ, സുഖല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖാണ്. അവള് ഇവിടെ ഉണ്ട്. അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കുകയാണ്. നീ എന്തായാലും അമ്മയ്ക്കൊരു പൊന്നുകുളത്തിനെ തന്നെയാ തന്നത്. എല്ലാവരെയും പൊന്നു പോലെ നോക്കാൻ അവൾക്കറിയാം. അതൊക്കെ പോട്ടെ. മോൻ ഇനി എന്നാ വരുന്നത്? അമ്മേന്റെ മോനെ കണ്ടിട്ട് എത്ര നാളായി. മോന് വല്ലതും കഴിച്ചോ? കഴിച്ചു അമ്മേ. അമ്മ ഞാൻ രാത്രി വിളിക്കാം. ഡ്യൂട്ടിക്ക് വരാൻ സമയമായി. ആള് വന്നിട്ടുണ്ട്. ശരി മക്കളെ, അമ്മ വിളിക്കാം എന്നാ. അമ്മേ, അമ്മേന്റെ മോള് വന്നോ? എന്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അമ്മ തുടങ്ങി. എനിക്ക് അവിടെ ഒരു കുറവില്ല അമ്മേ. അമ്മ എന്നെ പൊന്നു പോലെ നോക്കണത്. എന്റെ മോളുടെ ഭാഗ്യം. അല്ലമ്മ, ചേച്ചിയുടെ ചേച്ചീനെ കണ്ടില്ലല്ലോ. അവള് നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അല്ലമ്മേ, പ്രകാശേട്ടനും മീര ചേച്ചിയോ? അവരെന്താ തട്ടത്ത് കയറി ഇരിക്കുകയാണോ? അവര് രാവിലെ ഇറങ്ങിയതാണ്. സിനിമ കാണാൻ പോയതെന്നു. വലിയ വീട്ടിലെ കുട്ടിയല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടാവും. പിന്നെ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോയതാവും. കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടാവും. അമ്മ വല്ലാണ്ട് അവളെ തലയെ കയറ്റി വെക്കണ്ട. അവസാനം അമ്മനെ അനുഭവിക്കേണ്ടി വരും. അതെന്താടി നീ അങ്ങനെ പറയണത്? അവളൊരു പാവം കൊച്ചല്ലേ. എനിക്ക് നിന്നെ പോലെ തന്നെയാണ് അവള്. അത് തിരിച്ചുണ്ടായാ മതി. ഏട്ടത്തി, എവിടെ പോയി? ഏട്ടത്തി, മോള് വന്നോ? ഞാൻ കണ്ടില്ല. അതൊന്നും സാരല്ല. ഏട്ടത്തിക്ക് എന്താ ഇവിടെ? മോളിരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ഏട്ടത്തി വന്നേ, നമുക്ക് ഇവിടെ കുറച്ച് സംസാരിച്ചിരിക്കാം. കുറേ കാര്യങ്ങൾ പറയാണ്ട്. അതൊക്കെ ഞാൻ എടുക്കാം. ചേച്ചി ഇവിടെ വന്നിരുന്നേ. ഞാൻ ഉണ്ടാക്കിക്കോളാം. മോളിരിക്കേ. അമ്മൂ, നീ എന്താടി ഇവിടെ ചെയ്യണത്? നീ ആകെ ക്ഷീണിച്ചു വന്നതല്ലേ. മോൾ ഇവിടെ വന്നിരിക്കും. നീ അതൊന്നും ചെയ്യണ്ട. ഈ അമ്മയുടെ ഒരു കാര്യം,
ഞാൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞാന്ന് അമ്മേനോട് വിചാരം. എന്റെ മോക്ക് ഇവിടെ വരുമ്പോഴല്ലേ ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ ഞാനാ പറഞ്ഞത്. ഏട്ടത്തി ഇവിടെ കുറേ പണി ക്ഷീണിച്ചിട്ടുണ്ട്, അവിടെ കുറച്ചേരം ഇരിക്കട്ടെ. അമ്മ എന്തൊരു തലയിൽ കയറ്റി. എന്താ മക്കളെ ഇത്ര നേരം വൈകിയത്? അമ്മേ, ഞാൻ ഇവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് നേരം വൈകിയതാ. അതെന്തായാലും നന്നായി. മക്കൾ വേഗം പോയി കുളിച്ചിട്ട് വാ, അമ്മ എന്തേലും കഴിക്കാടുക്കാം. കൊടുക്കട്ടെ. അമ്മു എപ്പ എത്തി? ഞാൻ കുറച്ചേരം ഏട്ടാ എത്തിയിട്ട്. എന്തൊക്കെയുണ്ട് വീട്ടിൽ സുഖം എല്ലാവർക്കും? എനിക്കവിടെ സുഖാണ്. മീരടുത്തേക്ക് സുഖല്ലേ? സുഖാണമ്മോ. ഞങ്ങളെ രാവിലെ ഇറങ്ങിയതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടോ. ആയിക്കോട്ടെ. പ്രകാശേട്ടൻ വരുന്നില്ലേ? അതെ വരുന്നു, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാട്ടോ. ആയിക്കോട്ടെ. അല്ല അമ്മേ, ഏട്ടത്തിന് ഇവിടെ വേലയ്ക്ക് കൊടുക്കുന്നതാണോ? എന്താടി നീ അങ്ങനെ പറയണത്? അല്ല, ഏട്ടത്തി ഒന്നും പറയണില്ല എഴുതിയാണ് ഏട്ടത്തിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണോ? അമ്മയ്ക്ക് കയ്യും കാലും ഒക്കെ വേദനയല്ലേ, ഒന്നിനും വയ്യ. അമ്മയ്ക്ക് വയ്യെങ്കിൽ എന്താ മീരടുത്തേക്ക് എടുത്തൂടെ? അവരെന്താ കൊല്ലത്ത് തമ്പുരാട്ടിയാണോ? നീയേ നിന്റെ കാര്യം നോക്കിയാ മതി. അവൾ എവിടുന്നാ വന്നത് നിനക്ക് ഞാൻ പറഞ്ഞോ? അമ്മയ്ക്ക് കഴിയണതെങ്കിൽ അമ്മയ്ക്ക് എടുത്തൂടെ? ഈ വേർതിരിവിനെ അമ്മ അനുഭവിക്കേണ്ടി വരും. നീ എന്താടി എന്നോട് തർക്കിക്കാൻ വന്നതാണോ? ഏത് നേരെ ചുറ്റി കറങ്ങാനും മൂക്കുമുട്ട തിന്നാനും ഒരു കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പണി അതിന് പറ്റൂല. അമ്മയെങ്കിൽ കുടിക്കാൻ കുറച്ച് വെള്ളം. എന്താണ് ഇവിടെ അമ്മയും മോളും കൂടി പ്രശ്നം? ഒന്നുമില്ല മോളെ, മോള് പോക്ക, അമ്മ കൊണ്ടുതരാം. അതെന്തിനാ അമ്മേനോട് ചോദിക്കണത്? ഏടത്തേക്ക് എടുത്ത് കുടിച്ചൂടെ? ഏടത്തി കോലത്ത് തമ്പുരാട്ടി ഒന്നല്ലല്ലോ. എന്താമോ നീ അങ്ങനെ പറയണത്? മോൾ അവള് പറയുന്നതൊന്നും കാര്യാക്കണ്ട. മോള് പൊക്കോ, അമ്മ വെള്ളം കൊണ്ടുതരാം. ചേച്ചി അലക്കാണ്, ഞാനും ചേച്ചിനെ അലക്കാൻ കൂടാ. വേണ്ട മോളെ, ഇത് ചേച്ചി അലക്കിക്കോളൂ. ഇത് മീരടത്തിന്റെ തുണിയല്ലേ, ചേച്ചിക്ക് നാണുണ്ട് ഇതൊക്കെ അലക്കാന്. ഞങ്ങളുടെ ചേച്ചി ഞാൻ അങ്ങോട്ട് അലക്കി അലക്കട്ടെ. ചേച്ചി ആ തുണിയിൽ തന്നെ ഞാൻ അലക്കിക്കോളാം. വേണ്ട മോളെ, ഇത് ഞാൻ അലക്കിക്കോളൂ, ഈട് തന്നെ. ചേച്ചി എന്തിനാ ഇവിടെ ഇങ്ങനെ അടിമപ്പണിയായിട്ട് ജീവിക്കണത്? ഇതൊന്നും ഏട്ടനറിയില്ല, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എടുത്തായി ചേച്ചിന് പണി പോയി നോക്ക്. ചേച്ചി പോ, ഞാൻ അലക്കിക്കോളാം. ശരി, ചേച്ചി പോവാനാ പറഞ്ഞത്. ശ്രുതിന്റെ അലക്കൊക്കെ കഴിഞ്ഞു. ശ്രുതി, ഇതെന്താ അലക്കഞ്ഞത്? ഇത് അലക്കഞ്ഞ് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ? എന്തമ്മേ? അമ്മ, അത് ഞാനാണ് അലക്കണ്ടെന്ന് പറഞ്ഞത്, ഏട്ടത്തി അലക്കില്ല. അത് വേണമെങ്കിൽ മീരേടത്തിനോട് പറഞ്ഞു. അമ്മയ്ക്ക് ഇത്രതാണെങ്കിൽ അമ്മ അലക്കിക്കോ, ഏട്ടത്തിനൊക്കെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അലക്കിക്കൊണ്ട് എന്നാല് ഞാൻ നിന്റെതൊക്കെ കുറെ അലക്കിയിട്ടുള്ളതല്ലേ. നിങ്ങളുടെ അമ്മ ഞാൻ ചെയ്തോളാം. ഏടത്തൊന്നും മിണ്ടാതെ തന്നെ, ഏടത്തിന്റെ വായന്ന് വല്ലതും കേൾക്കട്ടും. ഏടത്തി ഏട്ടന് പണി നോക്ക്. കഷ്ടണ്ട അമ്മേ,
അമ്മ അത്ര തരം താഴ്ന്നു പോയല്ലോ. അമ്മ എന്റെ അമ്മയെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ആ ഏട്ടത്തി, എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. പിന്നെ ഏട്ടത്തി ഇങ്ങനെ പാവാകരുത്. ഏട്ടത്തിക്ക് കൊണ്ട് കുറച്ച് നിലയും വിലക്ക് അത് ഇവരൊന്ന് മനസ്സിലാക്കണം. ആ ശരി, എന്നാലേ ഞാൻ പോയോക്കട്ടെ. ആ അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. അമ്മ ഇനിയെങ്കിലും ഏട്ടത്തിനൊന്ന് കഷ്ടപ്പെട്ടു തീർക്കൂ. അമ്മയ്ക്ക് ഞാനാണ് ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കുണ്ടാണ് വേദന, അതൊന്നും അമ്മ മനസ്സിലാക്കിയാൽ മതി. ഓ, ഞാൻ അമ്മേന്റെ കുട്ടി എന്നാ വരിക? നീ നിന്റെ കാര്യം നോക്ക്. നീ എന്തായാലും പോയിട്ട് വാ. എന്നാ ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. എടുത്തി അമ്മേ, ശരി എന്നാല്. മോളെ അച്ഛനെന്തൊരു മുന്നറിയിപ്പില്ലാതെ? മോളെന്തോടത്ത് വേലക്കാരിയാണോ? ഒന്നല്ല, ഇത് നമ്മളെ വീടല്ലേ അച്ഛാ. ഈ കുട്ടിയാണ് ഈ പെണ്ണ്. എടി ശ്രുതി, തുടക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഓ, എത്രങ്ങാനും പാത്രാണ് അവിടെ കഴുകാനുള്ളത്. ആ അച്ഛനിരിക്കും, ഞാനേ കുടിക്കാൻ ചായ എടുക്കാം. ആ എന്തൊക്കെ സുഖല്ലേ മോളെ? അച്ഛന് കുടിക്കാൻ ചായ എടുക്ക്. അവിടെ എല്ലാവർക്കും സുഖം. ഇവിടെ എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളെന്തായാലും ഉള്ളത് ഒരാശ്വാസമാണ്. ഇത് കയ്യൊക്കെ വേദനിച്ചിട്ട് എല്ലാറ്റിനും മോളാണ്. കയ്യും കാലൊക്കെ ഭയങ്കര വേദനയാണ്. മോളെല്ലാത്തിനും സഹായിക്കും. അവളുണ്ടായത് ഒരു ആശ്വാസം. മോളെ അച്ഛറങ്ങട്ടെ. ശരി, അച്ഛൻ പോയിട്ട് വരാം. മോളെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആ ആയിക്കോട്ടെ അച്ഛാ, ഞാൻ വിളിക്കണ്ട. മോള് വെച്ചോ. ഇതെന്തിനാ അച്ഛാ? എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. മോള് വെച്ചോ, മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. വേണ്ടേ? അമ്മ ശരി, അമ്മ ഞാൻ പോവാ. ആ മോളെ, അച്ഛൻ എത്ര തന്നത്? അമ്മയ്ക്ക് പത്രത്തിന്റെ ആ പാലുകാരനും കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അതിന് തന്ന. എനിക്ക് എന്തിനാ അമ്മ ഇത്? അമ്മ അത് വെച്ചോ.